നമ്മള് സസ്പെൻസിലാണ് ഇപ്പോഴും. ആര് ചേച്ചി പറയും. ഇത് കൃഷ്ണമാഷ്. അത് എനിക്ക് ഇപ്പോഴും സർപ്രൈസ് മാറിയിട്ടില്ല. കൃഷ്ണമാഷ് ഞാൻ നൃത്തം കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങി, 4 വയസ്സ് തൊട്ടേ പഠിച്ചു തുടങ്ങി. ഞാൻ കണ്ണൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ്, ചിന്മയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃഷ്ണമാഷയുടെ അടുത്ത് പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നണ എന്റെ ഒരു നൃത്ത ജീവിതത്തിൽ ഏറ്റവും അതെ ഏറ്റവും ഇന്നും പലരും ഡാൻസിനെ കുറിച്ച് പലതും പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് എന്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ അവരെത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഒരു ഗുണമായിരിക്കും അറിഞ്ഞോ അറിയാതെ എന്നിൽ എന്റെ ഒരു ഡാൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണെന്ന് പറയാറുണ്ട്. അപ്പോ ഞാൻ മാഷിന്റെ അടുത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ യുവജനോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയും കലാതിലകമാവുകയും കലാതിലകമാവുന്നതിൽ കൂടി സിനിമയിലേക്കുള്ള ഒരു അവസരം കിട്ടുന്നതും എല്ലാത്തിന്റെ തുടക്കവും മാഷയുടെ അനുഗ്രഹത്തോടു കൂടി. മാഷയായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. അത് പിഷാരടി, രമേഷ് പിഷാരടി അറിയാലോ, ചാക്കോച്ചൻ. ചാക്കോച്ചനെ ഡാൻസ് പഠിപ്പിച്ച ഒരു മാഷില്ലായിരുന്നു? അമൃതം ടീച്ചർ, അമൃതം ഗോപിനാഥ് എന്ന് പറഞ്ഞു അല്ലേ, ആലപ്പുഴയിലുള്ള. റാംജിറാവ് സ്പീക്കിങ്ങിലൊക്കെ കമ്പിളിപ്പൊതപ്പ് അമൃതം ഗോപിനാഥ് എന്ന് പറഞ്ഞ മറ്റേ കമ്പിളിപ്പൊതപ്പ് സീനിൽ അഭിനയിച്ച ആ ടീച്ചറാണ് ചാക്കോച്ചനെ ഡാൻസ് പഠിപ്പിച്ചത്. അന്ന് അവിടെ അതാ പറഞ്ഞേ, നമ്മുടെ ഇതിലൊക്കെ അഭിനയിക്കാൻ വരുമല്ലോ മിക്കവാറും ഫാസിൽ സാറിന്റെ പടങ്ങളിലൊക്കെ അല്ലെ സിദ്ദിഖ് ലാൽ സാറിന്റെ പടങ്ങളിലൊക്കെ മിക്കവാറും അവരൊരു ഏതെങ്കിലും ഒരു ചെറിയ റോളിലെങ്കിലും അഭിനയിക്കാൻ വരും. അപ്പം അന്ന് വരുമ്പോ നമ്മുടെ ഞാൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയായിരുന്നു, അന്നേ പുള്ളി അവിടത്തെ കമലഹാസനാ. ഇതാ ശരി, അന്ന് കുഞ്ചാക്കോപം പഠിക്കുന്ന കാലത്ത് അവിടുത്തെ കമലഹാസനായിരുന്നെങ്കിൽ പഠിക്കുന്ന കാലത്ത് മഞ്ജു വാര്യർ അവിടുത്തെ ആരായിരുന്നു? അത് മാഷ് പറയണം. മാഷെ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആയിട്ട് അന്നേ മനസ്സിലായിരുന്നു മാഷിന്. മഞ്ജു വാര്യർ വരുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയാർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവൾ പഠിക്കുമ്പം അവൾ അമ്മയുടെ വാക്കെന്നും അച്ഛന്റെ വാക്കെന്നും മനസ്സിലായി ഇവൾക്ക് കല അത്യാവശ്യമാണെന്ന്. മാത്രല്ല ഏട്ടനെ പഠിപ്പിക്കുമ്പോൾ അത് കണ്ടു പഠിച്ചൊരു കുട്ടിയാ. അന്നേരം ഏട്ടനേക്കാൾ സാമർത്ഥ്യം അനിയനാ. ചെറിയ കുട്ടിയാണ്. ഏട്ടന്റെ ഡാൻസ് ഒഴിവാക്കിയിട്ട് അനിയത്താണ് ഡാൻസ് പഠിച്ച് വളരെ മിടുക്കിയായിട്ട് വളരാൻ വന്നത്. ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെപ്പറ്റി വിശദീകരണം അറിയുമ്പോഴും മനസ്സിലാക്കി ഈ കുട്ടിക്ക് ഒരു കഴിവുണ്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ പോകണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നല്ലൊരു ശിക്ഷണത്തിലാണ് മഞ്ജു വളർന്നിരുന്നത്. മാഷയുടെ പഠിപ്പിക്കുന്ന രീതിയും പ്രത്യേകം എടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കും. അതായത് വീണ്ടും വീണ്ടും ചെയ്യിക്കാനും നമുക്ക് ആ സമയത്ത് നമുക്ക് ചെറിയ പ്രായമാണ്. പക്ഷെ എന്നാൽ അതിന്റെ ഗുണം എത്രത്തോളം ആണെന്നുള്ളത് മുന്നോട്ടുള്ള ഒരു യാത്രയിലാണ് ശരിക്കും. ഗുരുക്കന്മാരെപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയാണല്ലോ. ഗുരുക്കന്മാരെപ്പോഴും അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ശിഷ്യരുള്ളപ്പോഴാണ്. അപ്പൊ എപ്പോഴും അറിയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ. ഇന്നും എവിടെ ചെന്നാലും കൃഷ്ണമാഷിന് മഞ്ജു വാര്യരുടെ ഗുരു എന്നുള്ള പേര് കൂടി. അതെ, ആദ്യം വരുന്ന തന്നെ മഞ്ജു വാര്യർ തന്നെയാണ്. ആദ്യത്തെ പേര് പറയുമ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ പേര്. അത് രണ്ട് തവണ കലാതിൽ നേടിയ കുട്ടിയാ. നമ്മളെ ഓർമ്മയിൽ സംസ്ഥാന കലോത്സവത്തിൽ 2 തവണ അടുത്തടുത്ത കൊല്ലം കലാതിലം പൊടിച്ചൊരു കുട്ടിയാണ് മഞ്ജു വാര്യർ. അല്ലാതെയുള്ള നല്ല ഓർമ്മകളുണ്ട്. അതായത് കണ്ണൂര് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പൊ പയ്യന്നൂര് മാഷയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുകയും മാഷയുടെ വീട്ടിൽ നിന്നൊക്കെ എത്രയോ ദിവസം ഭക്ഷണവും കഴിച്ച് അവിടെ കിടന്നുറങ്ങി മാഷയുടെ മക്കളുടെ കൂടെ തന്നെ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകളുണ്ട്. അതിന് ഞാൻ ചോദിക്കട്ടെ മാഷ്, ഇപ്പം എന്ന് വെച്ചാല് ഈ ഡാൻസിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, എത്ര വർഷം കഴിഞ്ഞാലും അത് ഉണ്ടാവുമല്ലോ. മാഷ് പഠിപ്പിക്കുന്നതാണെന്നറിയാം. മാഷ് ഒരു 2 സ്റ്റെപ്പ് വെക്കാൻ മാഷ് ഇപ്പൊ ചെയ്യാറുണ്ടോ? ഞാൻ തുറന്നു പറയാം, 2024 നവംബറിൽ ഞാനും എൻ്റെ മകൾ സംഘമിത്രയുടെ മകൾ വൈകയും കൂടി ഒരു നൃത്തം അവതരിപ്പിച്ചു. ഈ 76 വയസ്സായി 3 പേരും കൂടി നമ്മളെ പയ്യന്നൂർ അമ്പലത്തിലെ ഉത്സവത്തിന് നല്ലൊരു നൃത്ത പരിപാടി അവതരിപ്പിച്ചു. അന്ന് കാണാൻ വേണ്ടി നമ്മളെ മഞ്ജുയുടെ അമ്മയും ആ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, വണ്ടർഫുൾ. ഒരു 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ചെയ്യുന്നോ? ആദ്യം നമസ്കാരം.
നന്നായിട്ട് പഠിക്കുന്നു. നൃത്തം ചെയ്യുന്നു. കൂടാതെ എല്ലാ കുട്ടികളെയും പറഞ്ഞ് നന്നായി ശിക്ഷണം കൊടുക്കുന്നു. നമുക്കൊരു മൊമെന്റ് ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊന്നാടാ മാഷ്. പിന്നെന്താ, തീർച്ചയായിട്ടും. പക്ഷെ ഇത് നമ്മളെല്ലാരും ചേർന്ന് തരണം, മലയാളം തരുന്നതാണ്. അതെ. കാരണം എന്ന് വെച്ചാൽ മലയാളത്തിന് മഞ്ജു വാര്യരെ പോലൊരു നടി ഉണ്ടാവാൻ കാരണം മാഷിന്റെ ശിക്ഷണത്തിൽ നിന്നാണെന്ന് മഞ്ജു വെച്ച് തന്നെ പറയുമ്പോ കേട്ടോ വളരെയധികം സന്തോഷത്തോടു കൂടി അമൃത ടിവിയുടെ പേര് ഓക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സന്തോഷം, സന്തോഷം കേട്ടോ, വലിയ സന്തോഷം. ഞാൻ എം വന്ന സ്ഥിതിക്ക് ഞാനൊരു ഉദ്ഘാടനം ചെയ്തോട്ടെ. നമ്മൾ പല ക്ഷേത്രങ്ങളിലും ആനയൂട്ട് കണ്ടിട്ടുണ്ട്. വലിയ ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന പരിപാടികൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. വളരെ പ്രാചീനവും ഇന്ന് കേരളത്തിൽ ആരും തന്നെ നടത്തിയിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഒരു വഴിപാട് MG അണ്ണൻ നടത്തുന്നത് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നാൽ കുഴപ്പമുണ്ടാവോ? ഇല്ല, പറ. ആനയൂട്ടോ എന്താണ് ചെയ്തതെന്ന് അറിയൂടാതെ. വിഷു ആയതുകൊണ്ടാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ചെറിയ വീഡിയോ. ആനയൂട്ട് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആമയൂട്ട് എന്നൊരു പുതിയ പ്രക്രിയയ്ക്കാണ് പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാർ ഇവിടെ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ആമയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് ഡൈനിങ് ടേബിളിലെത്തിക്കൊണ്ട്. ആമയാണെങ്കിൽ സുഖമായിട്ട് തരുന്നത് ആരാണെന്ന് പോലും അറിയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമയൂട്ട് മതിയായി. ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കണ്ടോണം. പുത്തമ്പലക്കാരേ പുത്തമ്പലക്കാരേ പൂരക്കാട്ട് കടപ്പുറത്ത് ചാകര ചാകര ചാകര. ഏതായാലും ഇത്രയും വലിയ യോട്ടിപ്പോയി ഈ പാട്ട് പാടാൻ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ ആമയുടെ ഒരു കടി ഉണ്ടാവുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം ഈ ചെറിയ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് അറ്റത്ത് എന്നവ ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു. കൈ മാറ്റി കളഞ്ഞു, കാരണം കൈ രണ്ടായി പോവും. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഭയങ്കര ലക്കാണ്. ഇത് കണ്ടോ, എന്താണ് ആമ മോതിരം. സുരേഷ് ഗോപിയുടെ എക്സ്പ്രഷൻ സോറി, കണ്ടോ? ഇത് കണ്ടോ, ആമ മോതിരം. ആമ മോതിരം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ലക്കാണ്. അന്ന് എനിക്ക് തോന്നുന്നു അത് കൊടുത്തോണ്ടായിരിക്കും കുറെ നല്ല പാട്ടുകളൊക്കെ കിട്ടിയത്. അതിന്റെ ആ ആമയുടെ അനുഗ്രഹമായിരിക്കും. ആ ആമ അന്വേഷിച്ച് റീമി ടോമി പോയിട്ട് എന്തെല്ലാം കാണാം. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു രാജമല്ലി പാടാം എന്ന് നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷെ പ്രിയ വന്നില്ലല്ലോ. പ്രിയ നമുക്ക് കൊണ്ടുവരാം. പ്രിയ വിളിക്കാനായിട്ടാണ് മെസ്സേജ് കൊണ്ടിരിക്കുക. എന്താ നോക്കുന്നത്? ഞാനൊരു വീഡിയോ നോക്കായിരുന്നു ചേട്ടൻ എനിക്ക് വേണ്ടി. എല്ലാരും എന്റെ വീഡിയോ വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. രക്ഷിക്കൂ പ്ലീസ്. ഇല്ലില്ല, കുറച്ച് വീഡിയോ കാണട്ടെ. ഓഹോ, അല്ല റീമിനെ അടിക്കണ ഇപ്പൊ വീഡിയോ ഞാൻ തരും. അയ്യോ, എന്നാ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് പോവാം. റീമിയുടെ 2 വീഡിയോ വരട്ടെ. അയ്യോ, ഞങ്ങളുടെ ഒന്നിച്ചുള്ള യാത്രകളിൽ ഒരു വീഡിയോ 2 റീമിയുടെ യാത്ര മാത്രം പറഞ്ഞില്ലല്ലോ, അപ്പൊ അതെന്തായിരുന്നു? അയ്യോ, എന്റെ യാത്രയൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളുടെ യാത്ര വിശേഷങ്ങൾ പറയൂ. റിമിയുടെ ഒരു കാര്യം വെച്ചാൽ ഇതാ സ്ഥലം. റിമി സോളോ ട്രാവല് അസലായിട്ട് ചെയ്യില്ലേ? സോളോ ട്രാവല് പോകാറില്ലേ? സോളോ ട്രാവൽ ചെയ്തു. അത് അത് ചെയ്യേണ്ടി വന്നതാ. ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. എല്ലാം റിങ്കു ആയിരുന്നു കൂടുതലും. അപ്പോൾ ഒരു ടർക്കി യാത്രയിൽ വെച്ചിട്ട് റിങ്കുവിന് ഓൾറെഡി അമേരിക്കൻ വിസ 10 വർഷത്തെ ഉണ്ട്. അപ്പൊ അവൻ അതിന്റെ കോപ്പി എടുക്കാൻ മറന്നുപോയി. വിസ ബോംബെന്നാ കയറിയത്. അപ്പൊ ആ കോപ്പി ഇല്ലാണ്ട് അവനെ കയറ്റി വിട്ടില്ല. അപ്പൊ ചേച്ചിക്കും അനിതിക്കും ഒന്നെങ്കിൽ ഒന്നിച്ചു പോവാം, ഇല്ലെങ്കിൽ യാത്ര വേണ്ടെന്ന് തിരിച്ചു പോരാ. ഞാൻ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ എനിക്ക് യാത്ര വേണ്ടെന്ന് വെച്ച് അവൻ്റെ കൂടെ തിരിച്ചു പോരാം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം. അതും ടർക്കിയിൽ. ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പോയി കപ്പഡോക്കിയയിൽ പോയി ലാൻഡ് ചെയ്തു. ഞാൻ ചെന്ന് താമസിച്ച ഹോട്ടലോ സാധാരണ ടൗണിനകത്തെ ഹോട്ടലൊന്നും അല്ല. ആ എയർപോർട്ടിൽ ചെന്ന് പാതിരാത്രിക്ക് ഒരു ടാക്സി ഡ്രൈവർ പേടിച്ചിട്ട് ചേട്ടാ ചുമ്മാ ലൈറ്റ് ഇട്ടേ കാറിന്റെ അകത്ത്. ലൈറ്റ് ഇട്ട് ഓടിക്കാൻ പാടില്ല. പക്ഷെ അതൊക്കെ ഒരു അനുഭവം. ഏത് ഭാഷയല്ല പറഞ്ഞേ? അതൊക്കെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അറിയാം. എന്നിട്ട് അവിടെ ചെന്ന് താമസിച്ചതോ ഒരു ഗുഹ പോലത്തെ ഹോട്ടലിനകത്തോ ഒറ്റയ്ക്ക് താമസിച്ചു.
പക്ഷെ അവിടെ തൊട്ട് എന്നെ ദൈവം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞാൻ എന്ത് ആരുണ്ട്? ചെയ്തു? ദൈവം അല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ സംശയം വന്നോട്. അല്ല, പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യും, അവിടെ ചെന്ന് ട്രാവൽ ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് എന്നെ ഫുള്ള് കാണിച്ചു. അവിടുന്ന് ഞാൻ നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി ഇസ്താൻബുളിലെത്തി. അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത ചേച്ചി എന്നൊരു വിളി. അതോടെ വീണ്ടും പഴയ ട്രിപ്പായി. അനിയൻ വന്നു അവിടെ. അല്ല, അത് കഴിഞ്ഞ് ഞാൻ 2-3 ട്രിപ്പ് ചെയ്തു. അതിൽ ഏറ്റവും എനിക്ക് വെല്ലുവിളിയായിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഫിൻലൻഡ്. അതും ഡിസംബർ സമയത്ത്, ക്രിസ്മസ് സമയത്ത്, ഇത്രയും -ഡിഗ്രി ഉള്ള സമയത്ത് ഈ ലഗേജും പിടിച്ച് ഒറ്റയ്ക്ക് അവിടെ നമ്മള്. റിമി ഒരു ചേച്ചിയായിട്ട് അത് പോയത് ബാക്കു. അതെ അതെ, മാതളങ്ങളൊക്കെ മാതളത്തിൽ നിന്ന് സൂപ്പറാണ് കേട്ടോ. പറിച്ചു. കാരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ് രാത്രി ഒരു 9 മണിക്ക് റിമി ഒന്ന് കിടക്കാം, ഒന്ന് നടുനോക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കിടന്ന് വലിയ പ്രാർത്ഥന. അല്ല, സത്യത്തിൽ ഈ രാത്രി കടക്കാനല്ല നമ്മൾ പോണം. രാത്രി പുറത്തൊക്കെ ഇരുന്നിട്ട് ഡിന്നറിന് ഫുഡൊക്കെ കഴിക്കണം. അതല്ലേ ടൂറിന്റെ രസം. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ് മതിയല്ലോ കൊച്ചെ, നമുക്ക് നാളെ ആയല്ലോ കറക്കം എന്ന്. വേഗം റൂമിൽ കയറി 7 മണിക്ക്. എനിക്ക് കടക്കാൻ തോന്നില്ല, ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് അമ്മ മുറ്റത്ത് അല്ല ഒന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണ്ടേ. ഇത് പോരാണ്ട് 12 മണി വരെ ബൈബിള് വാതെ കേട്ടിട്ട് ആ ചേച്ചി ഇപ്പോഴും ഇവിടെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. അച്ഛേ അച്ഛി മതി മതി ഇതൊക്കെ. മതി, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പ്ലീസ് നിർത്തൂ. ഇപ്പൊ നീ തിന്നുന്നേം കൂടെ ഉണ്ട്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനെന്നാൽ ഇനി അല്ല, ഇതൊക്കെ എന്തിന്റെ ആവശ്യം ഇവിടെ? വല്ല ട്രെയിനിലൊക്കെ അമേരിക്കക്കാർക്ക് ഇംഗ്ലീഷുകാർക്ക് നമ്മളെ മനസ്സിലാകുകയില്ലെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും റിമീന്ന് മാത്രമാണ് ഞാൻ പറയുന്നില്ല. അത് സത്യം. നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന നമ്മളാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതാണല്ലോ നിങ്ങൾക്ക് ശരിക്കും പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ പുറത്തിറങ്ങി അപ്പൊ അങ്ങനെ ഒരു എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും. പക്ഷെ നമ്മളാക്കിയത് ഇവിടുന്ന് തന്നെയാണല്ലോ. എന്നാ ആരും മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് എല്ലാ ജോലി ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അമൃതയുടെ നിറസലാപത്തിന്റെ ഈ വേദിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൗഹൃദങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ സൗഹൃദം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, കണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജഡ്ജ്മെന്റ് സ്പേസ് ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനും ഒരുമിച്ച് എല്ലാ സമയത്തും ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന സുഹൃത്തുക്കൾ ഉള്ളതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. അത്തരത്തിൽ ഒരു 3 സുഹൃത്തുക്കളുടെ കഥ, വളരെ സാധാരണക്കാരായ 3 സുഹൃത്തുക്കളുടെ കഥ നിങ്ങളുടെ മുമ്പിൽ നിറസലാപം പ്രസന്റ് ചെയ്യുന്നു. വീഡിയോ പ്ലീസ്. ഇതൊരു അസാധാരണ സൗഹൃദത്തിന്റെ കഥയാണ്. കഥയല്ല, ചെറുബാല്യത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ, മുതിർന്നപ്പോൾ ഹൃദയം പങ്കുവെച്ചവർ. പക്ഷേ അവർ പങ്കുവെച്ചത് ഹൃദയം മാത്രമായിരുന്നില്ല എന്നിടത്താണ്. ചങ്ങനാശ്ശേരി സ്വദേശികളായ സോണിയ ബെന്നി, മിനി ജിജോ, രാധിക റെജി, ഒരപൂർവ സൗഹൃദത്തിന്റെ 3 ഇതളുകൾ. ചിരികളികളോടെ മൂവരും ജീവിത തോണി തുഴഞ്ഞ് മുന്നോട്ടു പോകുമ്പോഴാണ് 2022 ഒരു ദിവസം സോണിയെ തിരിച്ചറിയുന്നത് താനൊരു അർബുദ രോഗബാധിതയാണ്. വലതുവശത്തെ ബ്രസ്റ്റിൽ അങ്ങനെ ഇവക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണോ ഡോക്ടർമാരുമായിട്ട് ആലോചിച്ചു, വീട്ടുകാരുമായിട്ടും ആലോചിച്ചു, ഡോക്ടറും ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ചെയ്തു. ആ സമയത്തെല്ലാം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ അന്ന് തൊട്ട് എല്ലാ ദിവസവും രാത്രി ഞാനും രാധികയും കൂടെ ആയിരുന്നു പോയി ഇവക്ക് കൂട്ട് നിന്നിരുന്നതും. അപ്പം അവിടെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് രാധിയെ വിളിച്ചിട്ട് വന്നിട്ട് എന്റെ ബ്രസ്റ്റിൽ എന്തോ ഒരു സിസ്റ്റ് പോലെ തോന്നുന്നു, ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവള് ഹസ്ബൻഡുമായിട്ട് പോയി ഡോക്ടറെ പോയി കണ്ടു. അങ്ങനെ അവര് മാമോഗ്രാം പറഞ്ഞതിനകത്ത് അവക്കും ഉണ്ടായിരുന്നു. തൊട്ടുപിറകെ തന്നെ പ്രപഞ്ചത്തെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ക്യാൻസർ മിനിയെയും ബാധിച്ചു.
അന്നേരപ്പൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നൊക്കെ ഒരുപാട് കരയുമൊക്കെ ചെയ്തായിരുന്നു. എന്നാ ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ക്ഷീണമായി കീമോ എടുത്തു കഴിയുമ്പോഴത്തേക്കിന്. എടുക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. ആ നിമിഷത്തിൽ ഒന്നിച്ചു നിൽക്കാനും പോരാടാനും ഈ 3 കൂട്ടുകാരികൾ തീരുമാനമെടുക്കുന്നിടത്ത് നിന്നാണ് അതിജീവനത്തിന്റെ പുതുപുത്തൻ സമരഗാഥയുടെ ആരംഭം. ജീവിതത്തോടും സൗഹൃദത്തോടുമുള്ള അവരുടെ അടങ്ങാത്ത ആസക്തിയിൽ വിറച്ചുപോയി ആ മഹാരോഗം. നിങ്ങൾക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കും. അങ്ങനെ 2-3 ദൂതന്മാരെ അയച്ചാണ് ഞങ്ങൾക്കിപ്പം ആ ഒരു കട ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അതിജീവനത്തിന്റെ ഈ പുതുവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് അമൃത TV നൽകുന്ന ആദരവാണിനി. നിറകയ്യടിയോടെ സ്വാഗതം ശ്രീമതി സോണിയ ബെന്നി, ശ്രീമതി മിനി ജിജോ, ശ്രീമതി രാധിക റജി. വെൽക്കം വെൽക്കം. ഇത് ശരിക്കും നമുക്കറിയാം, നമ്മുടെ ഹൗ ഓൾഡ് ആർ യുവിൽ ഒരു ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാളെങ്കിലും നമ്മൾ ഈ ഒരു ഫൈറ്റ് കണ്ടതാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തോടുള്ള ഫൈറ്റ്. അത് എല്ലാവരും അതിലൂടെ പോകുന്നതിന്റെയൊക്കെ കാരണങ്ങളും ഒക്കെ ആ സിനിമയിലും ഒക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ 3 സുഹൃത്തുക്കൾ ഒരേപോലെ അതിലൂടെ പോവുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും തണലായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ മാത്രമല്ല ഒരു കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ബലം ഒന്ന് വേറെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഇവരുടെ 3 പേരുടെയും. ശരിക്കും ഇപ്പൊ ഇതിനകത്ത് ആദ്യം ആരുടെയാണ് ഡയഗ്നോസ് ചെയ്തെന്ന് പറഞ്ഞേ? എനിക്കായിരുന്നു ആദ്യം ഡയഗ്നോസ് ചെയ്തത്. മാമോഗ്രാം ചെയ്തപ്പോഴാണോ പറഞ്ഞത്? അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു. മാമോഗ്രാം ചെയ്തപ്പോഴാണ് എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ്. അപ്പം 13 വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് ഇതുണ്ടായി. അത് അമ്മയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അമ്മയുടെ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെ വലിയതായിട്ട് ഭയപ്പെട്ടില്ല. എന്നാലും ഇത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയം കാണും ആർക്കാണേലും. എന്നാലും അതിനെ നേരിടാൻ പറ്റി. സത്യം. അത് കഴിഞ്ഞ് ഒരു ഡൗട്ട് തോന്നിയല്ലേ? ആർക്കായിരുന്നു? അടുത്ത 2ാമത് വന്ന എനിക്കാണ്. ബ്രസ്റ്റിൽ ഒരു തടിപ്പായിരുന്നു. അതും മാമോഗ്രാം ചെയ്തപ്പോ എനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അത് പെട്ടെന്ന് അതൊരു ഭയങ്കര ഷോക്കിംഗ് അല്ലേ ഈ സംഭവം? കാരണം ഒരാൾക്ക് വന്നു. ഇത് ഏറ്റവും കൂടുതൽ പേടിച്ചത് അദ്ദേഹമായിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ഫ്രൂട്ട്സ് കടയാണ്. അപ്പം അവിടെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. അപ്പം അവൻ്റെ കൈ വന്നുകൊണ്ട് എൻ്റെ ബ്രസ്റ്റിലൊന്ന് ഇടിച്ചു. അതാണ് ഒരു കാരണമെന്ന് പറയാനുള്ളത്. അത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു പാറേപ്പള്ളിയുണ്ട്. മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ദിവസം തന്നെയായിരുന്നു. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണത്തില്ലായിരുന്നു. എനിക്ക് സ്പ്രെഡ് ആകുന്ന ടൈപ്പായിരുന്നു വന്നത്. അപ്പം ആദ്യത്തെ പരിശോധനകളിലൊന്നും തെളിഞ്ഞില്ലായിരുന്നു ക്യാൻസർ ആണെന്നുള്ളത്. അത് കാരണം ചെറിയൊരു സർജറിയാണ് ചെയ്തത്. അതിനുശേഷം ബയോപ്സിക്ക് വിട്ടപ്പോഴാണ് ക്യാൻസർ ട്രിപ്പിൾ ആണെന്ന് അറിഞ്ഞത്. ഇനിയും വരാൻ സാധ്യതയുള്ള ടൈപ്പാണ്. എങ്കിലും ഞാൻ അതിനോട് പോരാടിക്കൊണ്ട് മുന്നോട്ട് ധൈര്യത്തോടു കൂടി പോകുന്നു. ഇന്ന് കേരള ഗവൺമെന്റിന്റെ തന്നെ ആനന്ദം ആരോഗ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയല്ലേ? ശരിക്കും അത് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉള്ളത് ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല പറഞ്ഞ പോലെ ലൈഫിൽ അത് കണ്ട് അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ വന്ന് ഫൈറ്റ് ചെയ്തത് ഞാനും കൂടെ നിന്നിരുന്നു അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ. ഞാൻ പറയാൻ നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യവതികളാണെന്നുള്ളതാണ്. കാരണം ഇത് ഏറ്റവും നേരത്തെ കൃത്യസമയത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇതിനെ പകുതി നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നെ പിന്നീട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്, നല്ല സ്ഥലത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുക. പിന്നെ അതിനെക്കാട്ടിലും ഒക്കെ ഉപരി മനസ്സിന് ധൈര്യം ഉണ്ടാവുക. അല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ചുറ്റും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ധൈര്യം പകർന്നു തരുന്നവരുണ്ടാവുക എന്നുള്ളതുമാണ്. നമുക്ക് അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. മഞ്ജുജി പറഞ്ഞാണ് പോയിന്റ്. നിങ്ങളാണ് ഭയങ്കര ലക്കി. കാരണം ഒരാൾക്ക് വന്നു, ബാക്കി 2 പേരും അത് നേരത്തെ അറിഞ്ഞു എന്നുള്ളതും മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോ നമുക്ക് കോമൺ ഫാക്ടർ ഒരെണ്ണം ഉള്ളപ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സത്യം. അപ്പൊ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതിനിടയ്ക്ക് ഈ കൂട്ടത്തിൽ ആർക്കും നിറം സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ? സിനിമയായിട്ടല്ല, പറയൂ.
എൻ്റെ ചെറുപ്പത്തിലാണ് ചാക്കോച്ചൻ്റെ നിറ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങള ഓട്ടോ ഡ്രൈവറാണ്, ചങ്ങനാശ്ശേരി കിടന്ന് ഓടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് 5 മണിയാകുമ്പോൾ പോരോ പക്ഷോയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ചെയ്ത് നിന്നിട്ട് ചേട്ടായി വന്നില്ല. അപ്പൊ രണ്ടാമത്തെ ആങ്ങൾ ഇച്ചിരി സ്ട്രിക്റ്റാ, 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറിക്കാണ്. അപ്പൊ ആങ്ങളെ അതിലേ പോയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റാൻഡിൽ ചേട്ടായിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചേട്ടായി എന്നെ വീട്ടിലോട്ട് വാ, വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി അതപ്പോ 2 ഇടി തന്നിട്ട് പറഞ്ഞു, അവൻ പടി വെക്കുന്നിടത്ത് കൊട വെക്കത്തില്ലെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞ അത് കഴിഞ്ഞ് കാണുന്നത് TV വന്നാ ഞാൻ കാണുന്നത്. പറ്റിയില്ല, അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ സിനിമയുടെ കാര്യം. എല്ലാവർക്കും മറ്റേ ബെസ്റ്റ് സാധനങ്ങളൊക്കെ പറയുന്നത് 2 ഇടി കിട്ടിയതില്ല. ആ ചേട്ടനോട് ഉണ്ടോ? ഇല്ല, വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്നാന്ന് കാണാനാണല്ലേ. ഈ തൊട്ടടുത്ത മഞ്ജു വാര്യർ നിന്നിട്ട് എന്താ തോന്നണേ? മഞ്ജു വാര്യരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കണ്ണെഴുതി പൊട്ടും തൊട്ട്. ആഹാ, ബാക്കി 2 പേർക്കും കൂടി ചോദിക്കണോ? എനിക്ക് ഹൗ ഓൾഡ് ആർ യു? ഇവിടെയോ? 6-ാം തമ്പുരാൻ. ഈ പറയുന്ന ഒരു ജേർണി എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യണതാണ്. മാത്രമല്ല അതിനകത്ത് നേരത്തെ മഞ്ജു പറഞ്ഞ മെസ്സേജാണ്. 1 ഏർലി ഡിറ്റക്ഷൻ, 2 അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ, അല്ലെ? ഈ പറഞ്ഞ നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സൗഹൃദങ്ങളാണ്. ഈ സൗഹൃദം ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര താങ്ങും തണലും തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടിയുണ്ട്, കാരണം ഇതിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള അറിവുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞത്, നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ കേൾക്കുമ്പോൾ ക്യാൻസർ കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു കഥ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സൗകര്യങ്ങളും ഇപ്പോഴത്തെ ഒരു ആധുനികമായിട്ടുള്ള ഡെവലപ്മെന്റ്സും ഒക്കെ വെച്ചിട്ട് ഇത് ചികിത്സിച്ച് മറ്റേത് രോഗവും പോലെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഈ പറഞ്ഞത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. അതായത് സയൻസ് എല്ലാ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരുപാട് ക്യൂറുകളും ഒരുപാട് ട്രീറ്റ്മെന്റ് വരുമോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്ത് അറിയാനുള്ള സൗകര്യങ്ങൾ വരെ ഇപ്പൊ ഉണ്ട്. അപ്പോ അതൊക്കെ അതിന്റെ ഒരു അവയർനെസ്സിനും കൂടി നിങ്ങളെ 3 പേരെ നിർത്തുമ്പോൾ അത് ഗുണമാവട്ടെ. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ നമുക്കൊരു പേടിയാ. ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാ. പെട്ടെന്ന് നമ്മൾ ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമാണെങ്കിൽ തന്നെ നമ്മൾ പേടിക്കും. അപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മഞ്ജു പറഞ്ഞ പോലെ ദേണ്ട കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീണു പോകും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം ശക്തിയും അതോടൊപ്പം തന്നെ ഹ്യൂമറും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരൊറ്റ വ്യക്തിയാണ് ഇന്നസെന്റ് ഏട്ടന്. സത്യം. ഇന്നസെന്റ് ഏട്ടന് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, ഈ മനുഷ്യൻ ഇത്രയും വലിയ പ്രശ്നമായിട്ടും അങ്ങനെ ഒന്നും കാണിക്കാതെ പാട്ട് പാടുക, തമാശ പറയുക, നമ്മളെ സന്തോഷിപ്പിക്കുക. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ എടാ ഒന്ന് വീണടാ, അത്രേ ഉള്ളൂ. സംഭവം ലേക്ക് ഷോറിൽ പോയിട്ട് മറ്റേ കീമോ എടുത്തിട്ട് വരുന്ന വഴി അവിടെ ഫ്ലോറിൽ കയറാൻ നേരത്ത് വീണതാ. ആരും അറിഞ്ഞില്ല. ആരോ 2 പേര് കണ്ടു, എടുത്തൊന്ന് പൊക്കി നിർത്തി. പുള്ളി വന്നു ഇരുന്നു, പാട്ട് പാടുക, രസിപ്പിക്കുക. ആ മനധൈര്യം. പിന്നെ ഇവർക്ക് 3 പേരും ഒരുമിച്ചാകുമ്പോഴത്തേക്ക് അത് 3 ഇരട്ടിയാണ് സത്യം. അതുകൊണ്ട് നമുക്കിനി വരും തലമുറയ്ക്ക് ഇത് പേടിക്കണ്ട എന്നൊരു സന്ദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇന്നസെന്റ് ഏട്ടനായിട്ട് ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇന്നസെന്റിന് വയ്യാത്ത സമയമാണ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ വന്നിട്ട്, നല്ലൊരു മനുഷ്യനായിരുന്നു, ആ നല്ല മനുഷ്യന് തന്നെ ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ ഈശ്വര, ഇയാൾക്ക് ഇത് വന്നല്ലോ എന്നൊക്കെ ഞാൻ വെച്ചാൽ ആരുടെ കാര്യം പറയുന്നത്? എന്റെ അല്ല, എന്നെ നോക്കിയിരിക്കണം. അവന്റെ എക്സ്പ്രഷൻ കണ്ടോ? അവന്റെ മുഖത്ത് അതാ അവൻ ആലോചിക്കണേ, ഈ മനുഷ്യന് ഇത് വന്നല്ലോ, എന്റെ അസുഖത്തിന്റെ എക്സ്പ്രഷൻ അവൻ ഇട്ടോണ്ടിരിക്കുക. നീ നോക്കെന്ന് പറഞ്ഞ് ഞാൻ ഒരാൾ അവിടേക്ക് നോക്കി നിൽക്കുക. ഇങ്ങനെ പറയാൻ ആളാ പുള്ളി. എനിക്കുള്ളൂ ചാക്കോച്ചനും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഭീകരത പല സമയത്ത് പലയിടത്തോട്ടുള്ള പല ആൾക്കാരുമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടുണ്ട്. എനിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബ്രേവസ്റ്റ് പേഴ്സൺ ആ കാര്യത്തിൽ ഇന്നസെന്റ് ഏട്ടൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം തമാശകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കഥകളും കാര്യങ്ങളും അതിൽ ചെറിയ ചിന്തകളും അല്ലെങ്കിൽ അതിൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു പോകുന്ന തമാശ രൂപേണയാണ്. അത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം കഥകൾ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ കഥയിലുള്ള ആൾ മുമ്പിൽ വന്നിരുന്നത് നമ്മൾ ഇത് ആ കക്ഷിയല്ലേ എന്ന് പറയും. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി ഡീറ്റെയിൽ ചെയ്യുന്നത്. അത് ഒരു വലിയൊരു ലോസാണ് നമ്മുടെ
നമ്മുടെ ലൈഫിൽ തന്നെ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് പറയുന്ന സമയത്തും അതെ. ആ ഇന്നസെന്റ് ചേട്ടൻ നമ്മുടെയൊക്കെ ലൈഫില് എത്രത്തോളം അതിനെ ലൈറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അതെ, അല്ലാണ്ട് അസുഖത്തെ പറ്റിയോ അതിന്റെ വിഷമങ്ങളെ പറ്റിയോ ഞാനിപ്പോ കീമോ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരിക്കലും മിണ്ടിയിട്ടില്ല. എപ്പോഴും ഭയങ്കര തമാശയും യാത്രയെ പറ്റിയും അല്ലെ സിനിമയെ പറ്റിയും അല്ലേ, അത് തന്നെയാണ് ചേച്ചിമാരെ കേട്ടോ. ആർക്കാ എന്താ ഒന്നും നമുക്കൊന്നും 100%. അറിയില്ല. നിങ്ങൾ മൂന്നുപേരും ചേർന്ന് എന്തോ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്താണ് അതൊന്ന് പറയാമോ? ഞങ്ങളൊരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് പായിപ്പാട്, ചാനശ്ശേരി പായിപ്പാടില്. അടിപൊളി. ഞങ്ങള് കഴിഞ്ഞ ക്യാൻസർ ദിനത്തിലാണ്, അതായത് ഫെബ്രുവരി 4-നാണ് അത് ഓപ്പണിംഗ് ചെയ്തത്. കാരിതാസിലെ ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ബോബൻ ഡോക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ മൂന്നുപേരും ചേർന്ന് അതെ. അത് ഞാൻ പറഞ്ഞത് ഇതാണ് സർവൈവർ സ്റ്റോറി എന്ന് പറയുന്നത്. ശരിക്കും ഇത് വെച്ചിട്ട് തളർന്നിരിക്കുകയോ നേരത്തെ പറഞ്ഞ പോലെ അത് കേട്ട ഉടൻ പേടിച്ചിരിക്കുകയോ അല്ല വേണ്ടത്. ഇതിനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് മുന്നേറി പോകാൻ പറ്റും. അത് ഇന്നസെന്റ് ചേട്ടൻ പഠിപ്പിച്ചെന്ന മാതൃകയിലാണ് ഒരു ചിരിയോടെ അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത്. ആ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ വലിയൊരു അസുഖമൊന്നും അല്ല, അതിന് ക്യൂറബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഉദയ എന്ന് പറയുന്നത് ഈ അപ്പൂപ്പന്റെ പേരാണല്ലോ ചാക്കോച്ചിട്ടേക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, ബോബൻ കുഞ്ചാക്കോ, അല്ല കുഞ്ചാക്കോ, കുഞ്ചാക്കോ, അത് കഴിഞ്ഞ് ബോബൻ കുഞ്ചാക്കോ, കുഞ്ചാക്കോ ബോബൻ. പക്ഷെ ഇസാഖിന്റെ കാര്യം വന്നപ്പോ ഇസാഖ് കുഞ്ചാക്കോ ബോബൻ ആയില്ലേ? ഇസഹാക്ക് ബോബൻ കുഞ്ചാക്കോ. ബോബൻ അങ്ങനെ ബോബൻ കുഞ്ചാക്കോ എന്നാണ്. അങ്ങനെയാണ് തിരിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത്. ഇസാഖ് എന്നുള്ളൊരു പേരിട്ടു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരിക്കും ഈ നമ്മുടെ വെച്ചാൽ ഇത്രയും വലിയൊരു ലെഗസി എന്ന് പറയുന്ന ഒരു സംഭവം തിരിച്ചു കൊണ്ടുവരാൻ ഒരു സ്റ്റെപ്പ് എടുത്തില്ലേ ചാക്കോച്ചൻ? അത് നമ്മുടെ അയ്യപ്പ കൊയിലോയിലാണ് ശരിക്കും പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ സാധിച്ചത്. എന്തായിരുന്നു അത് ഉദയ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്? ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ബൊഗൈൻവില്ല വന്നപ്പോഴും വീണ്ടും ഉദയയുടെ പേരുണ്ടായിരുന്നു. ഉദയ പിക്ചേഴ്സ്, അതെ, ബൊഗൈൻവില്ല ഉണ്ടായിരുന്നു. നമ്മുടെ എന്നാത്താം കേസുകളിലൊക്കെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഉദയ പിക്ചേഴ്സിന്റെ ബാനറും അതിലുണ്ടായിരുന്നു. എന്താണ് ഉദയ ഇനി അങ്ങോട്ടുള്ളതും അല്ലെങ്കിൽ ഉദയയുടെ പറ്റിയുള്ള വിഷൻ എന്താണ് ചാക്കോച്ചന്റെ? നല്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അതിന്റെ ഒരു നീക്കവും ആ രൂപത്തിൽ തന്നെയാണ്. അത് ഞാൻ അഭിനയിക്കുന്ന സിനിമകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം. അങ്ങനെ തന്നെ പോകുന്നു. വീണ്ടും ഉദയ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോസ് റിവൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളും സിനിമകൾ അതിന്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യണം തുടങ്ങി. ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു സിനിമയുടെ ഗ്ലാമർ എന്നതിനപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങൾ, വളരെ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ സിനിമയിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, എൻ്റെ ഒരു ചെറുപ്പകാലം എന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സിനിമയോട് യാതൊരു താല്പര്യമില്ലാത്ത ഒരു ചെറുപ്പവും ഒരു ബാല്യകാലമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അതൊക്കെ ഞാൻ വളരെ ലളിതമായിട്ട് നമ്മള് ഒരു ചെറിയ സർപ്രൈസിനോട് ശ്രമം എന്നേ പറയുള്ളൂ. ബട്ട് ടേക്ക് എ ലുക്ക്. ചിലപ്പോ ചാക്കോച്ചന്റെ ആ ഒരു ചെറുപ്പകാലത്തിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചെന്ന് വരും. ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ. അയ്യോടാ, നിമിഷങ്ങളുടെ ഉത്സവമായിരുന്നു ആ കാലം. അമ്മയാണ് ഇപ്പോഴും കാണാമറിയത്തിരുന്നു എന്നെ കൈപിടിച്ച് നിർത്തുവാൻ. ഭയങ്കര സുന്ദരനായിരുന്നു. ഓ സൂപ്പർ സൂപ്പർ. ഇതൊരു AI ക്രിയേഷൻ ആണ്. അത് ശരിക്കും അല്ലേ? ഗ്ലാമർ വേറെ ലൈൻ. അത് അച്ഛനും അമ്മയും നടന്നു വരുന്ന ആ ഒരു ഷോട്ടും ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. കല്യാണത്തിന്റെ സമയത്തുള്ള ഫോട്ടോ ആയിരുന്നത്. അത് ആണ്, അത് ഞാൻ പറഞ്ഞേ, ചെറുതായിട്ടെങ്കിലും ആ ഒരു ഇത്. പക്ഷെ അച്ഛനുമായിട്ടുള്ള ഓർമ്മകളെല്ലാം എപ്പോഴും നല്ലതാണ്. ഇത് എന്താ സംഭവം വെച്ചാൽ, ഇപ്പം ഞാൻ സിനിമയിലേക്ക് വരണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അപ്പൻ തന്നെയായിരുന്നു. അതിനെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് സിനിമയിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും അടിത്തറ പാകിയിട്ടുള്ളത് അപ്പൻ്റെ ഒരു ആഗ്രഹങ്ങളും അപ്പൻ്റെ ഒരു പാഷനും അല്ലെങ്കിൽ വിഷനുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എൻ്റെ കൂടെ ആ യാത്രയിലുണ്ട്, ഇനി ഉണ്ടാവുക തന്നെ ചെയ്യും. അബ്സല്യൂട്ട്ലി.
ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ തൊട്ടുമുമ്പുള്ള ആൾക്കാരൊന്നും അഭിനയിക്കാൻ ഇറങ്ങത്തെ? പിന്നെ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ബാലതാരമൊക്കെ ആയിട്ട് ചെറിയ രീതികൾ. പഴയ മറ്റേ കടലമ്മ കടലമ്മ, അതെ. സിനിമയിലൊക്കെ ഒരു ഗാനരംഗത്തൊക്കെ മുങ്ങി വന്നിട്ടുണ്ട്. മുങ്ങി മുത്തുകൾ വാരും മുക്കുവനെ, അതില് ചാക്കോച്ചന്റെ അച്ഛനാണ് അഭിനയിച്ചേക്കുന്നത്. പിന്നെ ദുർഗ എന്നുള്ളൊരു സിനിമയിൽ ഒരു പാട്ട് പാടാനായിട്ട് ഒരു സൂട്ടും കോട്ടൊക്കെ ഇട്ട് നല്ല തിക് ഫ്രെയിം കണ്ണടയൊക്കെ വെച്ചിട്ട് മൈക്കും പിടിച്ച് സ്വീറ്റ് ഡ്രീംസ് മന്മഥ മാനസ സ്വപ്നങ്ങളെ എന്ന് പറഞ്ഞൊരു ഗാനം പാടിയിട്ടുണ്ട്. അതെ ചാക്കോച്ച, നമ്മൾ ആദ്യം വന്ന ആ കാഴ്ചയിൽ കണ്ട ചാക്കോച്ചനും അതേ ചെറുപ്പമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ശബ്ദം അത് കുറച്ചും കൂടെ ചെറുപ്പമായത് സൗണ്ട് തന്നെ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ദൈവാധീനം അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ, അത് കാരണം അതിന് പ്രത്യേകിച്ച് ഒരു എന്താണ് ആഹാര രീതിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ഭഗവാൻ ഏതോ ഒരു ശക്തി. അതൊന്ന്. രണ്ട്, ഈ എം ജി അണ്ണൻ വോയിസ് റെസ്റ്റ് അങ്ങനെയൊന്നുള്ള കളി. നമ്മള് ഒരു മാസമൊക്കെ ഞാനും എം ജി അണ്ണനും കൂടെ അമേരിക്കയിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. ഒരു മാസം 19 ഷോ എം ജി അണ്ണന്റെ കൂട്ടത്തില്. തണുപ്പാണ്, യാത്രയാണ്, ഉറക്കനിപ്പാണ്. പക്ഷേ വോയിസ് റെസ്റ്റ്, വണ്ടിക്കകത്തിരുന്ന് വർത്താനം ആവർത്താനം എല്ലാം കഴിഞ്ഞ് തട്ടിട്ട് കയറിയ ഫുൾ നോട്ട് കറക്റ്റ് റെക്കോർഡ് പൊളിക്കുമല്ലേ എല്ലാ സ്റ്റേജിലും സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം കടവുൾ. അല്ല ഒന്നുമില്ല ബിഷു. കാരണം നമ്മൾ വിചാരിക്കുകയാണ് അതാ ഇന്നങ്ങോട്ട് പാടി തകർക്കും എന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല. ഷാർജയില് ഒരു ഷോ 7 മണിക്ക് തുടങ്ങി. അപ്പോൾ ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരും കുറച്ച് പേര് പാടാൻ കാണും. അത് എൻ്റെ 45ാമത്തെ വർഷം, 40 വർഷം അതിന്റെ സെലിബ്രേഷനാണ്. പാടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എത്രന്ന് വെച്ച് പാടും. പാടെന്ന് പറയണില്ലേ? ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തുള്ളൂ, ബാക്കിയുള്ളവരെ കൊണ്ട് പാടി. ഇല്ല, ഇത് 2 പാട്ടും കൂടി പാടിയിട്ട് പോവാം. അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നോ? അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് തുടങ്ങി 11:15. അപ്പോൾ ഒരു 5 പാട്ട് പാടിയിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഫീമെയിൽ വരും. അപ്പൊ ഞാൻ പോകുന്നത് ഇങ്ങനാ പോകുന്നത്. കാരണം നിന്നിട്ട് മുട്ട് മടങ്ങുന്നില്ല, മടിയായി പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മിഥുൻ എൻ്റെ അടുത്ത് വന്നു, 11 നിർത്ത്. എന്നിട്ട് അപ്പൊ ഇതെല്ലാം നിർത്താൻ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പറയണേ, ഞാൻ 2 പാട്ട്, ഒരു തമിഴ് പാട്ടും ഒരു ഹിന്ദി പാട്ടും ഇതിന് പറഞ്ഞോ ഇല്ലയോ അവിടെ പാടിച്ചിട്ട് വന്നിട്ടുണ്ട്, അതും കൂടി പാടാൻ എനിക്ക് അനുവാദം തരുമെന്ന്. ഞായറാഴ്ച അടുത്ത ദിവസം സ്കൂളും ഓഫീസും ഉള്ളത്. വെറുതെ അല്ലേ ഇവരൊക്കെ ലെജൻഡറി പറയുന്നത്. നമസ്കാരം, എന്റെ കൗണ്ടറിലേക്ക് സ്വാഗതം. ഞാൻ നാനി പ്രകാശൻ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ റാപ്പേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം മണ്ണിനെയും മണ്ണിന്റെ മക്കളെ പറ്റിയിട്ടും റാപ്പിലൂടെ വിവരിക്കുന്ന അനുഗ്രഹീതനായ കലാകാരനാണ് ശ്രീ മാടൻ. ഒരു പ്രത്യേക നമസ്കാരം നാനിക്ക്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഇതിന് മുൻപ് തന്നെ നടക്കേണ്ടതായിരുന്നു. തീർച്ചയായും. അല്ല, ഞാനിങ്ങനെ അതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക് വളരെ വികൃതമായ രീതിയിലാണ്. ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ ഭയങ്കര നമുക്ക് ദോഷം തരുന്ന വാർത്തകളാണ്. അപ്പൊ റാപ്പർമാരുടെ ബുദ്ധിമുട്ട് എന്താന്ന് ചോദിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് റാപ്പർമാർക്ക് സ്വാതന്ത്ര്യമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിനെപ്പറ്റി അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിലേക്ക് കടക്കാം. ഇല്ല, നമുക്ക് ഇനി സമയമുണ്ട്. ഇനി 2 പേരെയും കൂടെ നമ്മൾ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് പൂഞ്ഞാറിന്റെ സ്വന്തം റാപ്പർ എന്നറിയപ്പെടുന്ന മല്ലു റാപ്പേഴ്സിന്റെ ഇടയിലെ തന്നെ സീനിയർ റാപ്പറായ OC പൂഞ്ഞൂസിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം സാർ. ചക്കരപ്പെട്ടേ എന്താണ് സാർ? ഇപ്പൊ കാലം കുറയായിട്ട് കാണുന്നില്ലല്ലോ നിന്റെ. അത് സാറ് TV കാണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഞാനേ മല്ലു റാപ്പർ ഫ്രം പൂജാറാ. അതെ, പൂജാറ്റിൽ നിന്ന് വന്ന ആദ്യത്തെ കലാകാരനാ ഞാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോ ഈ ബാഡൻ, ഈ ബാപ്സി ഇവരുടെയൊക്കെ കൂടെയല്ല എന്റെ സ്ഥാനം. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ്. അതെ, സാർ ഒരു സീനിയർ ആണല്ലോ. ഇപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങിലാണ് സാർ. ഇവന്മാർക്കൊക്കെ തലക്ക് പോയാത്ത. അല്ല, എന്താണ് അയാൾ അങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു സീനിയർ ആയിട്ടുള്ള ഒരു റാപ്പർ ആണല്ലോ. സീനിയർ ആയാൽ എന്തും പറയാമെന്നാണോ അദ്ദേഹം പറഞ്ഞോട്ടെ സാർ.
താനെന്താണ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? ഈ തരത്തിൽ സംസാരിക്കാൻ ഞാനത് വാഞ്ചിയാണോ അയാളെ? സർ ഒന്ന് ക്ഷമിക്കണം. ഇനി നമുക്ക് ഒരാളെ കൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എന്ന അക്ഷരത്തിലൂടെ തന്നെ ഇപ്പം ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് ബോബ്സി കരിമണ്ണൂരിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം സാർ. ഹലോ, ഞാൻ ബോബ്സി കരിമണ്ണൂർ. എന്തൊക്കെയുണ്ട്, സുഖാണോ? എനിക്ക് എന്താ വലിയ താല്പര്യം സുഖല്ലേ? സുഖാണ്. ഒരുപാട് സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എയറിലായിരുന്നു. അതെ, ഇപ്പോഴാണ് ഞാൻ താഴേക്ക് വന്നത്. ഭൂമിയിൽ നിന്ന് എത്തിയത് ഇപ്പോഴാണ്. എയറിലായിരുന്നു, വയറിലായിരുന്നു, ജയിലിലായിരുന്നു. അതെ, വയറിലായതിനു ശേഷമാണല്ലോ ജയിലിലാവുക. ഓക്കെ, നമുക്ക് OC പൊന്നൂസിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അല്ല, ഞാനേ എന്റെ സ്വാതന്ത്ര്യം പറഞ്ഞാലേ ഞാൻ ഈ ഇടയ്ക്ക് കോടതി വെച്ചൊരു റാപ്പ് പാടി. ഞാൻ ഒരു ജഡ്ജിയെ നോക്കിയ ഒരു റാപ്പ് പാടി. ആ റാപ്പ് പാടിയത് ഇയാൾ എന്നെ 2 മാസം ജയിലിലിട്ട് എന്റെ കാര്യമാണ് കാണിച്ചതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു നല്ലൊരു റാപ്പാതെ അയാളുടെ മുന്നിൽ നോക്കി പാടിയേ. പക്ഷേ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് സാറിനോട്? അത് ഞാൻ പാടിയ റാപ്പ് എനിക്കൊരു തന്ന, എന്റെ അച്ഛനൊരു തന്ന, എന്റെ കുടുംബത്തോടെ ഒരു തന്ന, അപ്പൊ തനിക്ക് എത്ര തന്ന, ഇങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു. ആ ഒരൊറ്റ കാര്യത്തിനായി ഞാൻ ഇടപെട്ടോട്ടെ? ഇടപെട്ടോളൂ. ഒരു നിയമകർത്താവിനെ മുഖത്ത് നോക്കിക്കൊണ്ട്, ഒരു നിയമകർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എത്ര തന്തയുണ്ടെന്ന് ചോദിക്കാൻ മാത്രം എത്ര ധൈര്യം താങ്കൾക്കുണ്ട്? ഒരു സമൂഹത്തിന്റെ പ്രതിബദ്ധതയല്ലേ താങ്കൾ ചോദ്യം ചെയ്യുന്നത്? സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഇവ കരഞ്ഞോട്ടിന്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ കുഞ്ഞിലെ അച്ഛന്റെ കൂടെ അല്ലേ? ഏതായാലും നീ കരഞ്ഞോട്ട് പൊന്നൂസ് മാമൻ അങ്ങനെ സംസാരിക്കരുത്. പൊന്നൂസ് മാമൻ പൊന്നൂസല്ല, ഞാൻ പൂജൂസ്. പൊന്നൂസ് മാമൻ അങ്ങനെ സംസാരിക്കരുത്. ബാബനോ, നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ബാബനത് അവനെ വിളിച്ചതല്ലേ? ഒരു നിമിഷം. ഇതൊരു ലൈവ് ഷോ ആണെന്നുള്ള കാര്യം താങ്കൾ മറക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് പേര് നമ്മുടെ ഈ ഷോ കണ്ടോണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കുക. ലൈവാണോ ഇത്? നമ്മുടെ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബോബ്സി കരിമണ്ണൂരിന്റെ പുതിയ കാപ്പിക്കുരു നമ്മൾ ഇനാഗുറേഷൻ ചെയ്യുകയാണ്. കാപ്പിക്കുരു നമ്മൾ ഹോൾസെയിൽ ആയിട്ടുണ്ട്, റീറ്റെയിൽ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കുരു കൂടുതലാണ്. അല്ല, എനിക്ക് ലൈവായിട്ട് ഇങ്ങനെയൊക്കെ പരസ്യം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ചർച്ച ഇതല്ല, നമ്മള് റാപ്പിനെ പറ്റിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാപ്പാണല്ലേ? ക്ഷമിക്കണം. നമുക്ക് മാഡനിലേക്ക് തന്നെ തിരിച്ചു പോകാം. തിരിച്ചു വരേണ്ടതായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞാൻ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നാനിയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ എൻ്റെ സൗഹൃദത്തിനെ ആസ്പദമാക്കി എഴുതിയ ഒരു 2 വരി ഇവിടെ പാടാനായിട്ട്. തീർച്ചയായും മാഡം, തീർച്ചയായും 2 വരി പാടാം. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഈ കള്ളു കുടിച്ച കാര്യമൊക്കെയാണ് റാപ്പ്. ഇതൊരു റാപ്പ് സോങ്, ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു റാപ്പ് ആണല്ലോ. ഇനി OC പുന്നൂസിലേക്ക് തന്നെ വരാം. സാറിന്റെ ഈ അടുത്തിടെ വൈറലായ പക്ഷിയെ പറ്റിയിട്ടുള്ളൊരു വൈറൽ സോങ് ഉണ്ടായിരുന്നു, റാപ്പ് സോങ് ഉണ്ടായിരുന്നല്ലോ. എന്റെ പെങ്കുച്ചേ, അത് വല്ലാതെ വൈറലായ ഒരു സോങ്. ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് ഈ ചോറ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക വന്നിട്ട് മുമ്പിൽ വന്നിരിക്കുക. ആ കാക്കയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു റാപ്പാ. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട കാക്ക, ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട കാക്ക. കാക്കയെ പറ്റിയുള്ള എന്താണ് നിങ്ങൾ കാക്കേനെ പറ്റി അങ്ങനെ പാടിയത്? പിന്നെ കാക്കയെ പറ്റിയാണോ പറഞ്ഞത്? നാട്ടിൽ വേറെ കിളികളില്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് പൊന്നൂസ് മാമൻ കാണിച്ച മോശമാണ്. കരഞ്ഞോട്ടത്തെ വീട്ടിൽ വന്നത് ഇതൊരു ചാനൽ ചർച്ചയാണ്. കുഞ്ഞിലെ അച്ഛന്റെ കൂടെ ഇതൊരു ചാനൽ ചർച്ചയാണ്. എന്റെ ചാനൽ ചർച്ച പഠിച്ചല്ലേ താൻ? എത്ര തവണ പറഞ്ഞു ഷോയിൽ വന്നിരുന്ന കാക്കേനെ പറ്റി പറയാൻ എത്ര ലജ്ജാകരമാണ്. ഇത് ലൈവ് ഷോ ആണ്. ലൈവ് ഷോ ആണെന്നുള്ള ബോധമില്ലല്ലോ താങ്കൾ. ലൈവ് ഷോ മറന്നുപോയ പ്രിയ സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരും നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. ഒച്ചയുടെ പുതിയ പാനീയം നറുനീണ്ടി കഷായം എല്ലാവരും മേടിച്ച് കുടിക്കൂ. ഇപ്പൊ റാപ്പ് പാടാൻ 3 പേർക്കും പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു റാപ്പ് പാടി ഇത് ചർച്ച അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോ നിങ്ങളുടെ സമ്മതപ്രകാരം തന്നെ പാടാൻ പോവുകയാണ്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 40, സൂചി കുത്താൻ ഇടമില്ലാതെ ബസ്സിനുള്ളിൽ അന്നെന്റെ പുക്കൾ തപ്പി വന്നവന്റെ പ്രായം 40. പ്രായം എത്രയെന്നാണ് പറഞ്ഞത്? 40. എത്ര വയസ്സുണ്ട്? എനിക്ക് 40 ആയി ഇപ്പൊ. ഏത് റൂട്ടിൽ കൊടുത്ത ബസ്സായത്? കരിമണ്ണൂർ റൂട്ട്. ഞാനില്ല, വരൂ യുവതി. എന്തിനാണ് വീട്ടിൽ പോ.
ഒരു സംഭവം ഓർമ്മയുണ്ട്. നമ്മള് ബറസ്തി നമ്മുടെ ദുബായിൽ ബറസ്തി പോയിട്ട് ഒരു ദിവസം രാത്രി നമ്മള് അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക. പിഷു അവിടെയുള്ള ആൾക്കാരുടെ മുഴുവനും കൂടെ പോയി ഡാൻസ് കളിച്ച ഓർമ്മയുണ്ടോ? ആ ബീച്ചില് ഇത് നടക്കുമ്പോ ഒരു പരിചയമില്ലാത്ത സായിപ്പ് കോമ്പറ്റീഷനായി. അവസാനം അവര് തമ്മിൽ മറ്റേ ഡാൻസ് ഓഫ് മത്സരം. പിഷു അവിടെ ചെന്നിട്ട് അവരടുത്ത് എന്തോ സംസാരിക്കുന്നു. അവർക്ക് മനസ്സിലാവില്ല, പിഷുവിന് മനസ്സിലാവില്ല, നമുക്കറിയാം. അതുകൊണ്ട് ഈ മനുഷ്യർ കൂടെ ഉള്ളപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ല ശരിക്കും ഞാൻ വീഡിയോ എടുക്കത്തില്ല. വീഡിയോ എടുക്കുന്ന ആള് ചാക്കോച്ചനാ. ചാക്കോച്ചന്റെ എങ്ങനെയുള്ള ഞങ്ങള് മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അക്ഷയ്ക്കും ഷാറുഖ് ഖാന്റെ ഒരു മെഴുകു പ്രതിമ, മൈക്കിൾ ജാക്സന്റെ മ്യൂസിയം മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന സ്ഥലവും ഈ മനുഷ്യൻ എന്ത് ചെയ്യണോ? പിന്നെ ആ വാക്സി മ്യൂസിയം എന്നാ ശരിക്കും എന്നത് മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന സ്ഥലമല്ലോ. മെഴുകു പ്രതിമ വെച്ചിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലം. അവിടെ ഞങ്ങള് മൂന്നുപേരും കുറച്ചൊരു പ്രതിമയായിട്ട് നിന്ന് ഏതായാലും മലയാളികൾ വരുവാണെങ്കിൽ കുഞ്ചാക്കോവന്റെ പ്രതിമ എന്ന് പറയുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആരും വന്നില്ല. ഞാൻ നിന്നിട്ട് ഇവര് തന്നെ വന്ന് അത്ഭുതപ്പെട്ടിട്ട് ഞങ്ങള് വന്ന് അത്ഭുതപ്പെട്ടിട്ട് ഫോട്ടോ എടുത്ത് പോകുന്ന വീഡിയോ. കുറെ പേര് വന്ന് നോക്കിട്ട് പോയി. അതാ പറഞ്ഞേ, കുറെ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള നുറുങ്ങുകൾ. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇടയിലുള്ള ഈ പറയുന്ന ഹ്യൂമർ എത്രത്തോളം ജനങ്ങളിലോട് എത്തുന്നു പറഞ്ഞില്ല. കാരണം ഇത് പറഞ്ഞു ചിരിക്കണമെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കണം. അല്ല, സൗഹൃദമൊക്കെ എപ്പോഴും പുറത്തേക്ക് പോകും. ഇതിന് ഞാൻ ഏതൊരു സ്ഥലത്ത് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് മറ്റൊരാളോട് നന്നായിട്ട് പെരുമാറുന്നത് സംശയത്തോട് നോക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി. സത്യം. നമ്മൾ മൂന്നുപേര് കൂട്ടുകൂടിയിട്ട് എന്താ ലാഭം, ഇതിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ, ഞാൻ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, അതിലൂടെ അങ്ങനെ കയറി ഇങ്ങനെ. അപ്പം നമ്മുടെ ഏത് നല്ല സൗഹൃദങ്ങളെയും വലിയൊരു സംശയത്തിന്റെ കണ്ണിലൂടെ ആളുകൾ നോക്കുന്ന നമ്മൾ ഉൾപ്പെടെ. നിന്നോടൊരുത്തം വന്ന് അനാവശ്യമായിട്ട് നന്നായിട്ട് പെരുമാറിയാൽ നീ അവനെ സംശയത്തോടെ ഇപ്പൊ നോക്കുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംശയ സൃഷ്ടിയോടുകൂടി പിഷുവിനെ പലരും അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെ നടക്കുമ്പോഴാണ്. നമ്മളത് ശരിക്കും പറഞ്ഞു, ഞാൻ പലപ്പോഴും പിഷുവിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എത്രത്തോളം അത് ചെറിഷ് ചെയ്യണം എന്നുള്ളത്. കാരണം കുട്ടിക്കാലം തൊട്ട് നമ്മൾ ആഗ്രഹിച്ച് കണ്ടൊരാള് പുള്ളി നമ്മളെ കൂടെ നിർത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമായിട്ട് കാണുന്ന ആളാണ്. ഇവരാണേലും ഒക്കെ അങ്ങനെയല്ലേ. നമ്മള് കോളേജ് പഠിക്കുമ്പോ കോളേജ് പഠിക്കുമ്പോ ഞാൻ പറഞ്ഞ കോളേജ് പഠിക്കുമ്പോ കുഞ്ചാക്കോവനാരാ, മഞ്ജു വാര്യരാരാണ്. രണ്ട് കാര്യമാണ്. ഇത് ബോധപൂർവ്വം സൗഹൃദം ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് ഉണ്ടാകുന്നതല്ല. സത്യം. ചിലതുണ്ടാവും, ചിലത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതിലാകെ തുക ഒരു ലാഭത്തിനും അല്ല. നഷ്ടമുണ്ടോ? ഇഷ്ടംപോലെ നഷ്ടമുണ്ട്. വേറൊരു തമാശ എന്താണെന്ന് വെച്ചാല് നമ്മുടെ കൂടെ പിഷു വരുമ്പോ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അസൂയപ്പെടുകയും ഇത് വേണോ എന്താ അവരുടെ കൂടെ പോകുന്ന ചോദിക്കുന്ന ആളാണ് മമ്മൂക്ക. എനിക്ക് മമ്മൂക്ക പറഞ്ഞു എന്നാ പിന്നെ ഞാനും വരാം നിങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ഈ കൂട്ടത്തില് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ യാത്രകളുടെയൊക്കെ ഒരു പ്രധാന ഉദ്ദേശം ഉണ്ടാവാറുണ്ട്. പലരും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നന്മ, അതായത് ഈ ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. അത് പറയണോടെ. ഇതിനു മുമ്പ് നീ മമ്മൂക്കയുടെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ യാത്രകളിൽ ഒന്ന് മമ്മൂക്ക, അതെ, രണ്ട് ചാക്കോച്ചൻ, പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. ഞാൻ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ രക്ഷ. ഈ ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മള് വിദേശത്ത് പോയി ഏത് സ്ഥലത്ത് പോയാലും എന്തേലും ഒരു വൈനോ ഒരു സാധനം അന്വേഷിച്ചാൽ ഇവർക്ക് അത് വേണ്ട, അത് അറിയത്തില്ല. ഇത്രയും സാത്വികരായ രണ്ടുപേരെയും കൊണ്ടാണ് നമ്മുടെ സൗഹൃദം നടന്നു പോകുന്നത്. അല്ല ചാക്കോച്ചൻ, ഞാൻ ചോദിച്ചു, നമ്മുടെ മിക്കവാറും യാത്രകളുടെ പരമോന്നതമായ ഉദ്ദേശം എന്ന് വെച്ചാൽ ചാക്കോച്ചനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു യാത്രയിലാണ് ഈ സൗഹൃദത്തിന്റെ തുടക്കം എന്ന് പറയാം, അല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെങ്കിലും ഒരു അമേരിക്കൻ യാത്രയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. അന്ന് നമ്മൾ എല്ലാരും കൂടി ഒരു വണ്ടിയില് എനിക്കൊന്ന് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്താണ് എല്ലാരും ഒന്ന് സംസാരിച്ചതും എല്ലാരും മിങ്കിൾ ചെയ്തതും. ശരിക്കും ഇവിടെ കുറെ നയിക്കണമെങ്കിൽ വേറെയും കുറച്ച് ആൾക്കാരും കൂടി വേണം. അതിൽ ശരിക്കും മിഥുന്റെയും കൂടെ നല്ല ഫോട്ടോകളിൽ ഇതിൽ കുറെ പിക്ചർ ഞാൻ ക്ലിക്ക് ചെയ്തതാണെന്നും കൂടി ഉണ്ട്. അതെ. അല്ല, അത് കുറെ നയിക്കണം. അത് മാത്രമല്ല, ഇതിനകത്ത് കുടുംബങ്ങളും ഉണ്ട് കേട്ടോ. കുടുംബങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തയിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമർ വരുന്നത് പിഷാരടിയാണെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. അല്ല, നമുക്ക് പ്രിയയാണ്. അതെ, ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും താരം. ശരിക്കും പറഞ്ഞ അല്ലേ ചാക്കോച്ച? തീർച്ചയായിട്ടും. അത് അതില് നമ്മളിപ്പോ ഒരു യാത്രയുടെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങുക. യാത്ര പറയണമെങ്കിൽ പ്രിയനെ പറ്റി ചാക്കോച്ചൻ പറയണം. അതായത് നമ്മളിപ്പോ നീ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളൊന്നും അറിയാത്ത പോലെ നിൽക്കും. നീ നിന്റെ കാര്യങ്ങൾ വഴി ഹോട്ടൽ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ട്രാവൽ ഏജന്റ് ആണ് പ്രിയ എന്ന് പറയുന്നത്, അല്ലേ? അത് ചാക്കോച്ചൻ രണ്ടുപേരും പറഞ്ഞു.
അല്ല അത് ശരിക്കും ഒരു പ്രൊഫഷണൽ ട്രാവൽ ഏജന്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിന്റെ 10 മടങ്ങ് ആത്മാർത്ഥതയോടുകൂടിയും എഫേർട്ടും എടുക്കുന്ന ഒരു ആളാണ്. കാരണം എല്ലാവരുടെയും പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ വിസ പ്രോസസിങ്, ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ, അക്കോമഡേഷൻ, ഫുഡ്, മെഡിസിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ പല ഭാഗത്തുനിന്ന് നമ്മൾ പോകുന്ന പല രാജ്യങ്ങളാണ്. അവിടുത്തെ കറൻസി ട്രാൻസാക്ഷൻസ്, അവിടുത്തെ അറേഞ്ച്മെന്റ്സ്, അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത ഡ്രൈവർ പെണ്ണിച്ചേട്ടൻ അതില് ശരിക്ക് ഏറ്റവും തട്ടിപ്പിന്റെ ആള് മഞ്ജു എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാരും തീരുമാനിക്കുന്നത് എന്തോ അത് എളുപ്പമായല്ലോ. അതില് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താ അത് തന്നെ. എന്നിട്ട് പ്രിയൊക്കെ വിദേശത്തൊക്കെ പലയിടത്തും പ്രിയ ഓൺലൈനിലൊക്കെ ചിലരെ വിളിക്കും. രാവിലെ നമുക്ക് 8 മണിക്ക് ഒരു ചെറിയ റൗണ്ട് ഉണ്ട്, അത് വളരെ റെയർ ആണ് കിട്ടത്. 8 മണിക്ക് കുതിരവണ്ടിയൊക്കെ വന്നെ കുതിരവണ്ടി ബുക്ക് ചെയ്തിട്ട് കുതിരവണ്ടിക്ക് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന യാത്രകളുണ്ട്. ആ, ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങള് ഏത് ഏരിയയിൽ ഏത് റെസ്റ്റോറന്റിലാണ്, അവിടെ ടേബിൾ വരെ ബുക്ക് ചെയ്ത് നമ്മളൊന്നും അറിയണ്ട. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതുവരെ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യും. ഇടയ്ക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പ്രിയ പറയും, എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ചോറും മീൻകറി, ഒരു ഇച്ചിരി പൊറോട്ടയും ഒരു ഇതൊക്കെ വാങ്ങിച്ചിടണം. പിന്നെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ട് ആ സ്ഥലത്ത് എങ്ങനെ അങ്ങനെ നമ്മളെ റോമില് ഒരു കടയിൽ പോയി പൊറോട്ട ഇറച്ചിണ്ടായി കഴിച്ചില്ലേ, ഓർമ്മയില്ലേ? നമ്മളിപ്പം ഇത്രയും പരിസ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മള് പലയിടത്തു നിന്നുള്ള ഓർമ്മകളിൽ നിന്ന് ഇങ്ങനെ ഇവരിപ്പോ കവിത കാണിച്ചപ്പോൾ ഫോട്ടോ ചോദിച്ചല്ലോ. എന്റെ വീട്ടിൽ ഫോട്ടോസ് ഇരിപ്പുണ്ട്. ഇവരറിയാണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി 10 ഫോട്ടോ നോക്കിയിട്ട് നേരെ ചൊവ്വേ നിന്നെടുത്ത ഒരു ഫോട്ടോ മഞ്ജു വാര്യർ ഒന്നുകിൽ വള്ളി തൂങ്ങിയത്, കോല കയറിയത്, അല്ലെ തലകുത്തി മറിയുന്നത്, അല്ലെ ചാക്കോച്ചൻ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ഫോട്ടോ നേരെ ചൊവ്വേ. ആ ഫോട്ടോ ഇവിടെ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പൊ ഇവര് മേടിക്കണ കോടികൾ സിനിമയിൽ ഈ പിള്ളേർക്കാണോ ഞാൻ പൈസ കൊടുക്കണ്ടേന്ന് ചോദിച്ചു പൈസ വെട്ടി കുറയ്ക്കും. അതുകൊണ്ട് ഞാൻ ഇടാത്തതാ. അങ്ങനത്തെ ഫോട്ടോകളുടെ ഒരു കമനീയ ശേഖരം എല്ലാവരുടെയും കയ്യിലുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ വല്ല ഈട് റെയ്ഡും വന്നാൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ലാപ്ടോപ്പ് പോയാ തീർന്ന് ഇവരുടെ പരിപാടി തീർന്ന്. ഇവിടെയുള്ള സൗഹൃദത്തിന്റെ സെലിബ്രേഷൻ ഒപ്പം മലയാള സിനിമയിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്ന കാലഘട്ടം, ഇവരെല്ലാവരും ഉള്ള കാലഘട്ടം, ഇവരെല്ലാരും ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞ് അതിനെ പറ്റിയിട്ടുള്ള കുറെ രസകരമായിട്ടുള്ള മൊമെന്റ്സിലോട്ട് പോയി. ഞാൻ നിങ്ങൾ 5 പേരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. Mia, may I request you on stage, please? എങ്ങനെയായിരുന്നു ഇന്ന് വൈകുന്നേരം? ശരിക്കും പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ റിലീവ് ചെയ്യാൻ പറ്റി, കുറെ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടി. വിഷു പറ, എങ്ങനെ ഉണ്ടായിരുന്നു വിഷുവിന് ഇന്നത്തെ ദിവസം? കഴിഞ്ഞ കുറെ സമയങ്ങൾ വളരെ രസമുള്ളത് തന്നെയായിരുന്നു. സാധാരണഗതിയിൽ നമുക്കൊരു പരിപാടി എന്ന് പറയുമ്പോൾ പരിപാടിയുടെ ഒരു ടെൻഷൻ അതിനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കും. അതിന്റെ കൂട്ടത്തിലുള്ള എൻജോയ്മെന്റുകളേ ഉള്ളൂ. പരിപാടി നന്നാക്കണം, പരിപാടിയിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തോ അകാരണമായി അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഒന്ന് നീ മേൽനോട്ടം വഹിക്കാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം ചാനലാണ്, മുന്നിലും പിന്നിലും നിൽക്കുന്ന എല്ലാവരും അറിയാവുന്നവരാണ്. ഏതാണ്ട് എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലായിരുന്നു. മതിയല്ലോ. അപ്പൊ അങ്ങനെ ധാരണ ഇല്ലാതിരുന്നോണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മഞ്ജു ആണേലും ചാക്കോച്ചനാണേലും നമ്മൾ ഇതിൽ പലതവണ ആവർത്തിച്ച റിമി ആണേലും എം ജി ആണേലും മീ ആണേലും ഒക്കെ നമ്മള് ഈ ജോലിയിൽ കാണുന്നതിനപ്പുറം തിരക്കുകൾ മാറ്റിവെച്ച് യാത്ര ചെയ്യാനും കാണാനും മിണ്ടാനും വേണ്ടി പ്രത്യേകം സമയം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഉണ്ടാവുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇത് ചിലപ്പം സാധിച്ചോളണം എന്നുള്ള നിർബന്ധമില്ല. വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് അടുത്ത കൊല്ലം ഇന്ന ദിവസം ഇന്ന സമയം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന ഒരു സൗഹൃദ സംഘമാണ്. അതും കൂടെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതൊരു വലിയ നല്ല കാര്യമാണ്, ഒരു മാതൃകയുമാണ്. തീർച്ചയായും തീർച്ചയായും നന്നായിട്ട് തോന്നി. അതങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എന്ന് തോന്നുന്നു. തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മള് 4 പേരും എപ്പോഴും കാണുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടേട്ടനെ മിക്കവാറും നമ്മളെ എയർപോർട്ടുകളിലാണ് കാണാൻ. അതും ദുബായ് എയർപോർട്ടിൽ മിക്കവാറും കാണും. എന്നിട്ട് അവിടെ നിന്ന് എപ്പോഴും പുള്ളി ഓ പ്രിയ എനിക്ക് പാടി തരികയും ചെയ്യും. അത് വീഡിയോ എടുത്ത് സെൽഫി എടുത്തിട്ട് പ്രിയക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുറെ ഓർമ്മകൾ. പിന്നെ എക്സ്ട്രാ ലഗേജ് വരുമ്പോ എപ്പോഴും പ്രിയ ഉണ്ടാവണേ എന്നുള്ള. അപ്പോൾ അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരും സിനിമയ്ക്ക് അപ്പുറമുള്ള സൗഹൃദങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി. മഞ്ജുജി
അതെ, ഇത് ഈ പറഞ്ഞതൊക്കെ തന്നെ വളരെ വളരെ ഇൻഫോർമൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ ഈ ഒരു വേദിയും ഇവിടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ. അപ്പൊ അതിന്റെ ഇപ്പോഴും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യുമ്പോഴും അതൊരു ജോലിയോ അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമുള്ള സാധനമായിട്ടോ ഒന്നും തോന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സുഖത്തിലായിരുന്നു ഞാനൊക്കെ ഇരുന്നിരുന്നത് അവിടെ. തീർച്ചയായും. നമുക്ക് എന്തായാലും നമ്മളോടൊപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മലയാളത്തിലെ 40 വർഷമായി നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന ആളാണ് ശ്രീ MG ശ്രീകുമാർ. തിരുവനന്തപുരത്തുകാർ, നമ്മൾ നേരത്തെ പറഞ്ഞു, തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും MG അണ്ണനാണ്, വിഷുവിനും MG അണ്ണനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ ഗ്യാങ് എല്ലാവരും കൂടി വിളിച്ചാണ് ശ്രീകുട്ടൻ എന്നുള്ള പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. അതുപോലെ ഇതിന് MG അണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അദ്ദേഹത്തിന് ഒരു ബാധ്യതയായിട്ടില്ല ഇന്ന് വരെ നമ്മൾ പരിചയപ്പെടുന്ന. തമാശല്ല, ഒരു പക്ഷേ ദാസേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള മലയാളത്തിലെ പാട്ടുകാരനാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ പടങ്ങൾ, ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള പാട്ടുകാരാണ്. പക്ഷേ നമ്മളിപ്പോ ഈ കൂടുന്ന കൂട്ടത്തിൽ പിടിച്ചു നിർത്തിയാൽ ഇവിടെ സന്തോഷത്തോടെ നിൽക്കില്ല, എന്നെ കളിയാക്കിയോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നമുക്കാണേലും ഒരു സീനിയർ ഇടയ്ക്ക് നിൽക്കുന്നു, ഒരു സീനിയറിനോട് അങ്ങനത്തെ സംഭവം നമുക്ക് തോന്നാതെ കൂട്ടുന്ന ഒരാളാ. കണ്ടില്ലേ ആരോടെ തോന്നിട്ടുള്ളത്? ദാസേട്ടന്റെ അടുത്ത് പറഞ്ഞ കഥ അറിയാലോ, ദാസേട്ടന്റെ അടുത്ത് പറഞ്ഞ അറിഞ്ഞൂടെ? റിമി പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് ഒമാനില് ഒരു ഷോ നടക്കുക കേട്ടോ. അപ്പൊ നല്ല തണുപ്പാ, മഞ്ഞുണ്ട്. അപ്പൊ ദാസേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു മറ്റേ മങ്കി ക്യാപ്പ് പോലത്തെ ക്യാപ്പൊക്കെ ഇട്ട് രീതിക്കുക. അപ്പൊ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് പാടുമ്പോ പറയുന്നുണ്ട് ദാസേട്ടൻ ജീവിച്ച അതേ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ്. റിമി വന്നിട്ട് നോക്കിയേ ദാസാറിന്റെ ഫ്രണ്ടിൽ പാടാൻ കഴിഞ്ഞ എന്റെ വലിയ ഭാഗ്യം, നോക്കിയേ ദാസേട്ടൻ ഇരിക്കുന്നേ, ദാസാർ ഇരിക്കുന്നേ കറക്റ്റ് ക്രിസ്മസ് അപ്പൂപ്പനെ പോലുണ്ട്. അല്ല അതിനെന്താ അതുപോലത്തെ വെള്ളത്തൊപ്പി വെച്ച് പിന്നെ വെള്ള അതെനിക്ക് തോന്നി. അത്രേ ഉള്ളൂ തോന്നി. വേറൊരു ചാനലിലെ പരിപാടി നടക്കുമ്പോഴേ, ഒരു ചാനലിലെ പരിപാടി നടക്കുമ്പം കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് നിന്ന് രാഷ്ട്രീയം സംസാരിക്കുക വേറെ ആരോടോ. അത് എന്താ റീമി എന്നിട്ട് നമസ്കാരം സാർ, നമസ്കാരം, ഞാൻ റീമി ടോമി. കാണലുണ്ട്, നിങ്ങളുടെ പരിപാടിയും പാട്ടും എല്ലാം കാണലുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ രാഷ്ട്രീയം ചോദിക്കാൻ പോകുന്നിടത്ത ഒരു സെക്കൻഡ്. എന്താ മോളെ, നിങ്ങക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളയും വെള്ളയിട്ടുണ്ട് നടക്കുമ്പോ മടിക്കല്ലേ? ഇടയ്ക്ക് ഒരു ദിവസം ഒരു ടീഷർട്ട് ഒക്കെ ഇടണം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചത് ഞാൻ കേട്ടതാ ഇവിടെ ചോദിച്ചത് കൊടിയേരി സഖാവിനോട്. കൊടിയേരി സഖാവാണെങ്കിലും മനുഷ്യനല്ലേ? ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിച്ച, സ്റ്റേജ് ചോദിച്ചതല്ല. ഇതെല്ലാം വിട്ടോ. ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു പരിപാടിക്ക് നമ്മളെ ഷോ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഒരാള് നല്ല പരിചയം എനിക്ക്. ഞാൻ അടുത്ത് പോയിട്ട് സിനിമാലയിലുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അതേ ഷേപ്പ്, സ്കിറ്റിന്റെ അതേ ഷേപ്പ്, മധു എന്ന് പറഞ്ഞൊരു സിനിമാലയിലുള്ള ഒരാള് വൈറ്റും വൈറ്റ് ഇട്ട്, അത് ബോബി ചുമണ്ണൂരായിരുന്നു. യഥാർത്ഥത്തിലുള്ള അല്ല ഇപ്പോഴല്ലേ അദ്ദേഹം ഇത്ര ഫേസ് ഫെമിലിയർ ആയത്, അന്ന് ആയി വരുന്നേ ഉള്ളായിരുന്നു. എത്ര കഥകൾ, നമ്മള് ഈ സിനിമയിലെ A.K. ആന്റണിയായിട്ട് അഭിനയിക്കുന്ന രാജീവ് കളമശ്ശേരിയാന്നോർത്ത് ഒറിജിനൽ A.K. ആന്റണി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ച് ധർമ്മജൻ കണ്ടിട്ട് ഇന്ന് ഷൂട്ടുണ്ടോ എന്ന് വെച്ച് വയറ്റത്ത് കാട്ടിയതാ. രണ്ടുപേര് തോക്കായിട്ട് കൂട്ടത്തിൽ നിൽക്കുക. A.K. ആന്റണി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാ. ചാനലിലെ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോ 2 തട്ട് പുള്ളി ഭാഗ്യ ഉണ്ട് എങ്ങനെ നിന്ന് ഒരടി അടിച്ചാണ്ടല്ലോ, ചോദിക്കാൻ ആളില്ല ആ സമയത്ത്. നമ്മള് തെന്നി മാറിപ്പോയി. വിഷയത്തിൽ നമ്മള് MG അണ്ണനെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഇത്രയും വിറ്റ് നമുക്ക് MG അണ്ണൻ നിൽക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ആരും വേറെ ടോപ്പിക് ഇല്ല. 40 വർഷത്തെ പറ്റി സംസാരിക്കാനാണെങ്കിൽ മാത്രം സംസാരിക്കാം. വീഡിയോ ബോളിട്. ശ്വാസനിശ്വാസങ്ങളിൽ പോലും സംഗീതം നിറഞ്ഞു നിൽക്കുന്ന മേടയിൽ വീട്. സംഗീതജ്ഞരായ മലബാർ ഗോപാലൻ നായരുടെയും കമലാക്ഷി അമ്മയുടെയും ശ്രുതിമധുരമായ ബാലപാഠങ്ങളിൽ നിന്നാണ് MG ശ്രീകുമാർ എന്ന പ്രിയ ഗായകൻ പാടിത്തുടങ്ങിയത്. ഒപ്പം സംഗീത വഴിയിൽ കൈപിടിച്ച് പ്രിയ സഹോദരങ്ങൾ MG രാധാകൃഷ്ണനും ഓമനക്കുട്ടിയും. യേശുദാസ് എന്ന മഹാമേരുവിനൊപ്പം തന്നെ മലയാളി ഹൃദയം നൽകി സ്വീകരിച്ചു ശ്രീകുട്ടനെയും. തമിഴും ഹിന്ദിയും തുടങ്ങി ബഹുഭാഷകളിൽ നാദവിസ്മയമായി മാറിയ അപൂർവ പ്രതിഭ. മലയാളത്തിന്റെ ഏറ്റവും ജനപ്രിയ ഗായകനായി നിറഞ്ഞു നിൽക്കുമ്പോഴും മിനി സ്ക്രീനിലും ശ്രീകുട്ടൻ തന്നെ അടയാളപ്പെടുത്തി ഗായകനായും വിധികർത്താവായും. സംഗീതത്തിന്റെ വിസ്മയ ലോകത്തിലേക്ക് പിച്ചവെച്ചു തുടങ്ങുന്ന കുരുന്നുകൾക്ക് ഗുരുനാഥൻ കൂടിയാണ് ഈ പ്രിയ ഗായകൻ. അഭിമാനകരമായ 40 സംഗീത വർഷങ്ങൾ പൂർത്തിയാക്കി ഇന്നും എന്നും പ്രിയങ്കരനായ MG ശ്രീകുമാറിന് അമൃത TV നൽകുന്ന ആദരവാണിനെ.
40 വർഷമായി സംസാരിക്കാം. നമുക്ക് വേണ്ടി തമ്പി പറയട്ടെ ഞാൻ. ഉന്നാൽ മുടിയും തമ്പി. അതെ, ഒരു കാര്യം പറയട്ടെ, ആ മിയയോട് എന്തെങ്കിലും പറയാൻ പറയല്ലേ, ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കും നാട്ടുകാര്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഈ MG ശ്രീകുമാർ, നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടൻ ഇവിടെ അദ്ദേഹത്തിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബെറ്റർ ഹാഫും കൂടി വരുമ്പോഴാണ്. ഞാൻ ഒന്ന് അനുചേച്ചിയെ ഒന്ന് വേദിയിലോട്ട് സ്വാഗതം. അയ്യോ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഉണ്ടോ? ചേച്ചി വാ. ഒന്ന് വരൂ വേദിയിലേക്ക്. ആ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ യെസ്, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, അമൃത ടിവിയുടെ 20 വർഷം തികയുന്ന ഒരു ദിവസം. പിന്നെ നിറ സല്ലാപം രണ്ടുപേരും അവരുടെ അവരുടെ ഒരു പ്രസൻസ്, മിഥുൻ, മിയ, പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ റിമി, പിന്നെ പറയണോ നമ്മുടെ പിഷു, സരസ സംഭാഷണത്തിന്റെ രാജാവ് പിഷാരടി, പിന്നെ നമ്മുടെ മീനൂട്ടി ആൻഡ് ടീം. അവരെ അത് സിബി ചാവറുടെ മകൾ നേഹ നല്ല 2 പാട്ടുകൾ പാടി, പിന്നെ റിമി ഞാനും പാടി, പിന്നെ മഞ്ജു ഞാനും കൂടെ പാടി. മാത്രമല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ പടം ഞങ്ങൾ കണ്ടു. അതിന്റെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്, മീനൂട്ടി ഉൾപ്പെടെയുള്ള എനിക്ക് എല്ലാവരെയും അറിയാം. എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് പ്രോഗ്രാമിൽ ഐശ്വര്യ ദേവത വരികയും ചെയ്തു, നമ്മളെ അനുഗ്രഹിച്ചു. പറഞ്ഞെല്ലാം കൂടി തിരിച്ചാ. 40 വർഷം തികഞ്ഞു നിൽക്കുന്നു ശ്രീകുട്ടൻ ചേട്ടൻ. എനിക്ക് തോന്നുന്നില്ല വേദികളിലൊന്നും കയറി ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എന്താണ് ഈ 40 ഇയേഴ്സ്? തീർച്ചയായും കൂടെ നിന്ന് ഷോസിന് പോകുമ്പോഴാണേലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എല്ലാം അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളാണ്. എന്താണ് ഈ 40 ഇയേഴ്സിൽ തോന്നുന്നത്? 40 ഇയേഴ്സ് എന്ന് എനിക്കിപ്പം തോന്നുന്നില്ല. എനിക്ക് ആദ്യത്തെ ബിഗിനിങ് ആയിട്ടാണ് ശ്രീകുട്ടനെ തോന്നുന്നത്. എല്ലാ ഷോസും അന്നത്തെ പോലെയാണ് ശ്രീകുട്ടൻ ഇപ്പോഴും. പ്രത്യേകിച്ചൊന്നും ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല, ലുക്കിലും പാട്ടിലും. സത്യമാണോ? വ്യത്യാസം വന്നിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ ശബ്ദത്തിൽ നേരത്തെ തന്നെ. അമൃത ടിവിയുടെ ഒരു ആദരം ശ്രീകുട്ടൻ ചേട്ടന് ഈ 40 വർഷത്തിന്റെ നിറവിൽ 20 വർഷത്തിന്റെ നിറവിലുള്ള അമൃത TV നൽകുന്ന ആദരം. അതിനു വേണ്ടി ഞാൻ നമ്മുടെ 50 വയസ്സുള്ള റീമിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കൊള്ളിയല്ലാത്ത പിഷാരയുടെ കോമഡിയുടെ ഒരിക്കലും മതിയല്ല. 50 വയസ്സൊക്കെ അത് കിട്ടതേ ഇല്ല. 50 കിട്ടില്ല, പറ്റില്ല. ഇങ്ങനെ പെട്ടെന്ന് നീ ബ്ലാങ്ക് അടിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വിളിച്ചതിന് വേണ്ടി അമൃത ടിവിക്ക് ഒരുപാട് സന്തോഷം. ബിക്കോസ് എൻ്റെ റിയാലിറ്റി ഷോയുടെ യാത്ര തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. സോ ഇതേ ചാനലിൽ ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. സോ കുട്ടാട്ടനെ കുറിച്ച് പറയണെങ്കിൽ ഞാൻ കൊച്ചായ തൊട്ട്, ഞാനും ചാക്കോച്ചനും കൊച്ചായുള്ള കാലം തൊട്ട് കുട്ടാട്ടനെ അറിയാം. കലാമാസ്റ്ററുടെ അടുത്ത് അസിസ്റ്റന്റ് ആയിരുന്ന കാലം തൊട്ട്. ചേച്ചി പിഷുവിനെ കുറിച്ചൊന്നും പറയണ്ട. പിഷു ഉണ്ടെങ്കിൽ അവിടെ സ്റ്റമക് പെയിൻ അടുത്ത ആൾക്കാരനെ ഗ്യാരണ്ടി. പിന്നെ പിഷുവിന് ഒരു ഫേവറേറ്റ് ഇതുണ്ടല്ലോ, ഭഗവാൻ. സോ റിമിയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് വാട്ട് ടു സേ, ലൈക്ക് ഇറ്റ്സ് എ വെരി ഹാപ്പി മൊമെന്റ് ടു ബി വിത്ത് യു ഓൾ. മഞ്ജുവിനെ കുറിച്ചൊന്നും പറയണ്ട. എനിക്ക് ഒരു ഇൻസിഡന്റ് പറയാനുണ്ട്. മഞ്ജുവിനെ ആദ്യം കാണുന്നത് കൺമതത്തിന്റെ സെറ്റിലാണ്. ഞാൻ അവിടെ നല്ല വെയിൽ, പാറയുടെ മേലെ നല്ല നിൽക്കുമ്പോ ഒരു ഇന്ന് കാണുന്ന ഡിയേജിങ് മഞ്ജു അല്ല, അന്ന് വരുന്ന മഞ്ജു ഒന്നുമില്ല, കൊടയില്ല, ഒന്നില്ല. സാറേ ഇവിടെ നടന്ന് പറഞ്ഞോ, കളക്ക, ശരി, ടേക്ക്. ഞാനൊക്കെ ലൈക്ക് ക്യാമറ അവിടെ തുടങ്ങുമ്പോ മഞ്ജു അവിടെ വേറൊരു രൂപമാവും. വെരി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇവന്റ്. നിന്നെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മിഥുൻ, നമ്മൾ എന്തെങ്കിലും പറയണം കേട്ടോ മിഥുനെ പറ്റി. 10 മിഥുൻ സൂപ്പറാ. ഇതേപോലെ സ്റ്റേജ് പറ, എല്ലാരോടും ഇതേപോലെ ഒരു സാധനം വേറെ ഇല്ല. അവൻ ഭയങ്കര രസമുള്ള ഒരുത്തനാണ്. അല്ല, വേറെ ഇല്ല. സത്യം പറഞ്ഞ മിഥുൻ
നമ്മുടെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇവന്റ്സിന്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെ ഒരു ഇവന്റിന് മിഥുൻ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർക്ക് അത് റെക്കോർഡ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് വളരെ എളുപ്പമാണ്. കാരണം അത്രയ്ക്ക് ഈസി ആയിട്ടാണ് ഒരു ഷോ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്ര ഈസിയോടുകൂടി ഷോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി, ദാറ്റ്സ് ദ ഓൺലി വൺ പേഴ്സൺ, ദാറ്റ് ഈസ് മിഥുൻ. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല മിഥുന്റെ ഫാമിലി, എൻ്റെ ഫാമിലി ഒരു ഒറ്റ ഇതായിട്ട് വന്നതാണ്. ഷീല അമ്മ, അതുപോലെ അച്ഛൻ. നമുക്ക് അടുത്ത ആദരത്തിലോട്ട് കടന്നാൽ ഇത് വേഗം അവസാനിപ്പിക്കാം. മിയ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഇല്ലില്ല. അല്ല, ഞാനിവിടെ നിന്നപ്പോ ഓർക്കുമായിരുന്നു, ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുടെ ഒപ്പം ഇതുപോലൊരു വേദി ഒട്ടും ഞാൻ വിചാരിച്ചല്ല. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ. ഒപ്പം നമ്മുടെ ശ്രീകുമാർ സാറിന്റെ 40 വർഷം നമ്മൾ ആഘോഷിച്ചു. ഒപ്പം ചാക്കോച്ചനും മഞ്ജു ചേച്ചി, എല്ലാരും കൂടെ ഇത് നമുക്കൊരു ഇതൊരു ഷൂട്ട് ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഇങ്ങനെ വേണം സത്യത്തിൽ അവാർഡ് നൈറ്റുകൾ. അല്ലാണ്ട് സ്ക്രിപ്റ്റിൽ പ്രകാരം യെസ് താലമേന്തി വരുന്നു, അപ്പൊ തന്നെ കൊടുക്കുന്നു, സ്പോൺസേർഡ് ബൈ, ഓക്കെ അപ്പൊ തന്നെ നമ്മൾ ഇവിടെ വാങ്ങുന്നു. ഒരു ഗ്ലാസ് പായസം കിട്ടി, ഒരു ആദരം കൊടുക്കുവാണെങ്കിലും അത് തരാൻ പറ്റൂടാ.